ഈ പി കെ ഗോപൻ ഇവിടെ എൻ സുബ്രഹ്മണ്യൻ ആരോപിക്കുന്ന ഒരു കാര്യം, ഇത് ഒക്ടോബർ 3-നാണ് ഈ ആംബുലൻസ് കൈമാറ്റം നടന്നതും ഈ ചിത്രം എടുത്തതും എന്നൊക്കെയാണ്. അത് ശരിയാണെങ്കിൽ ഏതാണ്ട് ആ സമയത്ത് ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുകയാണ്. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കണമെന്നാവശ്യപ്പെടുന്നത് ഒക്ടോബർ 7-നോ മറ്റോ ആണ്. പക്ഷേ ഇത് സംബന്ധിച്ച് സർക്കാരിനോട് വിശദാംശങ്ങൾ ചോദിക്കുന്നതും ദേവസ്വം ബോർഡ് വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിക്കുന്നതൊക്കെ സെപ്റ്റംബർ മാസത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ഇത് വളരെ ഗൗരവമുള്ള സംഭവമാണ്. ഒരു കുറ്റവാളി, ആ കുറ്റവാളിക്കെതിരെ കോടതി നടപടികൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ ആ കുറ്റകൃത്യം നടക്കുമ്പോൾ പോലും ഇയാൾക്ക് മുഖ്യമന്ത്രിയുടെ ഒരു പ്രോക്സിമിറ്റി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഈ സോണിയാഗാന്ധിയെ കാണാൻ പോയതിലും വലിയ പ്രശ്നമാണത്. ഗോപൻ, ഒന്നുമില്ല അജിംസെ, നിങ്ങൾ എത്ര വ്യാഖ്യാനിച്ചാലും അതിനടുത്ത് എത്തത്തില്ല. നിങ്ങൾ നേരത്തെ ഒരു വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട്, പിന്നെ കലാപാഹ്വാനം കാരശ്ശേരി മാഷി ചോദിച്ചപ്പോൾ അത് CPM-കാർക്ക് പിണറായി വിജയനുള്ള ഭക്തി മൂത്ത് കലാപത്തിനിറങ്ങിയാലോ എന്ന് കരുതിയിട്ടാണെന്നുള്ള യുക്തിപരമായ ചോദ്യമൊക്കെ അങ്ങ് വളരെ ഫലപ്രദമായിട്ട് ചോദിക്കുന്നത് കേട്ടു. ഇത്രയും പിന്നെ പരിതാപകരമായ അവസ്ഥയിലേക്ക് അജിംസ് എത്താൻ പാടില്ലെന്ന് മാത്രമേ എനിക്ക് അല്ലെങ്കിൽ നിങ്ങൾ ആ കലാപാഹ്വാനത്തിന്റെ റീസൺ നിങ്ങൾ റേറ്റിന്റെ കളി നിങ്ങളുടെ പോലീസാണ് സുവമോട്ടോ കേസെടുത്ത്. ശ്രീ പി കെ ഗോപൻ, ആരും പരാതി കൊടുത്തിട്ടില്ല. സുവമോട്ടോ കേസ് എന്ന് പറഞ്ഞാൽ പോലീസിന് ഉണ്ടുറങ്ങിയിരിക്കുമ്പോൾ തോന്നുന്ന ഒരു കേസല്ല. അതിന് കൃത്യമായ ഭരണകൂടത്തിന്റെ ഡയറക്ഷൻ ഉണ്ട് കേസെടുക്കാൻ. നിങ്ങൾ പറയണം അതിന്റെ റീസണിങ് എന്താണെന്നുള്ളത്. വീട് വളഞ്ഞ അറസ്റ്റ് ചെയ്ത പുലർച്ചക്ക് ഈ ഇരിക്കുന്ന നേതാവിന്. ശരി ദിനേശ്, അദ്ദേഹം പറയട്ടെ. ഞാനാണ് ചോദിച്ചത് ഗോപൻ. അതിന്റെ അങ്ങനെയാണെങ്കിൽ കലാപാഹ്വാനത്തിന്റെ റീസൺ അങ്ങ് പറയണം. ഞാൻ വ്യാഖ്യാനിക്കുന്നത് എന്തുകൊണ്ടാണ്, അതിന് റീസൺ കിട്ടാത്തതുകൊണ്ടാണ്. അത് എന്റെ യുക്തിയിൽ ഞാൻ പറഞ്ഞു നോക്കിയത്. ചോദിച്ചാൽ പോരെ അജിംസെ? ഒരു സെന്റൻസ് പൂർത്തിയാക്കിയിട്ട് അജിംസിന്റെ അടുത്ത ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞാൽ പോരായോ? ഓക്കെ, പറയൂ. ഇവിടെ ഇരിക്കുന്ന മറ്റ് 3 പാനലിസ്റ്റുകൾക്കും ഇല്ലാത്ത ജനാധിപത്യ വിരുദ്ധം എന്നോട് സ്വീകരിക്കുന്നതിന്റെ യുക്തി എന്താ? നിങ്ങൾക്ക് ഈ 3 പാനലിസ്റ്റുകളുടെ ഇല്ലാത്തൊരു വൈരാഗ്യം എന്നോട് തോന്നുന്ന കാര്യം അത് വൈരാഗ്യത്തിന്റെ ഗോപൻ. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പ്രേക്ഷകർക്ക് ഇത് മനസ്സിലാവത്തില്ലേ? പ്രതിപക്ഷത്തെ സർക്കാരിന്റെ പ്രേക്ഷകർക്ക് മനസ്സിലാവില്ലേ? അപ്പൊ എന്നെ സംബന്ധിച്ച് ചോദിക്കാനുള്ളത് സർക്കാരിനോടാണ്. കേസെടുത്ത പോലീസിനോട് ചോദിക്കാൻ പറ്റില്ല, അങ്ങനെയാണ് ചോദിക്കാൻ പറ്റുക. അല്ല, അങ്ങേക്ക് ചോദ്യം മാത്രമല്ലേ ഉള്ളൂ, ഉത്തരം വേണ്ടല്ലോ. അങ്ങ് പറയൂ. ഉത്തരം വേണ്ടല്ലോ. ഉത്തരം വേണമെങ്കിൽ ഉത്തരം പറയാൻ സമയം തരണ്ടേ? ഇവിടെ അങ്ങ് മാത്രമല്ലല്ലോ ചോദിച്ചേ, 3 പാനലിസ്റ്റുകളുണ്ടല്ലോ. അതിൽ വളരെ അഭിവന്ദ്യനായ, വ്യക്തിപരമായി ഞാൻ വല്ലാതെ ഇഷ്ടപ്പെടുന്ന, നല്ലതുപോലെ തൻ്റെ ആശയങ്ങൾ കൃതികളിലൂടെ പ്രചരിപ്പിക്കുകയും പ്രഭാഷണത്തിലൂടെ അത് മനുഷ്യരുടെ ഇടയിൽ എത്തിക്കുകയും ചെയ്യുന്ന എനിക്ക് ഏറ്റവും ബഹുമാന്യനായിട്ടുള്ള കാരശ്ശേരി മാഷ് ഇവിടെ ഒരു പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ പോലെ ഒരാൾ അത് ഉന്നയിക്കുമ്പോൾ അതിനോട് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല. കാരശ്ശേരി മാഷ് ഇവിടെ സോണിയാഗാന്ധിയുടെ കാര്യത്തിൽ കോൺഗ്രസ് മറുപടി പറയണമെന്ന് പറഞ്ഞു. കോൺഗ്രസിൽ നിന്ന് മറുപടി കിട്ടില്ല. ഇത് ഈ രൂപത്തിലല്ലെങ്കിലും ശ്രീ അജിംസ് എൻ്റെ പ്രിയപ്പെട്ട കോൺഗ്രസ് സുഹൃത്തിനോട് ആ ചോദ്യം ചോദിച്ചു, ശ്രീ ദിനേശിനോട് ചോദിച്ചു. അജിംസ് ചോദിക്കുന്നത് തന്നെ അങ്ങനെയാണ്, സോണിയാഗാന്ധിയുടെ പ്രശ്നത്തിൽ നിങ്ങൾ മറുപടി പറയുന്നതേ ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ചോദിക്കുന്നത്. എന്നിട്ടും അദ്ദേഹം സോണിയാഗാന്ധിയെ പിടിച്ചില്ലെന്ന് മാത്രമല്ല, അദ്ദേഹം അതിൽ നിന്ന് വഴുതിപ്പോയി കേസിൻ്റെ നാൾവഴികൾ വിശദീകരിക്കാനാണ് പരിശ്രമിച്ചത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? കാരശ്ശേരി മാഷ് വളരെ കൃത്യമായി കോൺഗ്രസ്സിന് എന്താണ് ഇക്കാര്യത്തിൽ വിശദീകരണമെന്ന് ചോദിച്ചിട്ട് അദ്ദേഹം അതിനെ മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ടുള്ള പ്രശ്നത്തോട് സാമ്യപ്പെടുത്താൻ പരിശ്രമിച്ചു. അതുകൊണ്ടാണ് എനിക്കതിൽ പ്രതികരിക്കേണ്ടി വരുന്നത്. അതും ശ്രീ ബാലസുബ്രഹ്മണ്യവും അങ്ങ് ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം എവിടെ കിടക്കുന്നറിയോ? ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആ ചടങ്ങുമായിട്ട് എന്താ ബന്ധം? ഉണ്ണികൃഷ്ണൻ പോറ്റി താക്കോൽ എടുത്തു കൊടുത്തു, ഇതൊക്കെയാണല്ലോ പറയുന്നത്. ആ ചടങ്ങ് സംഘടിപ്പിച്ചത് ആരാ? ആ ചടങ്ങ് സംഘടിപ്പിച്ചത് ഭീമ ജ്വല്ലേഴ്സ്. അവരുടെ CSR ഫണ്ട് ഉപയോഗിച്ച് അവർ ആംബുലൻസ് വാങ്ങിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ബന്ധപ്പെടുന്ന ആരായിരിക്കും സാർ? ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കഥാപാത്രം കൂടിയുണ്ട്. കേരളത്തിലെ മേളപ്രമാണിമാരിൽ രണ്ടാമതൊരു തർക്കമില്ലാത്ത ഒരു പേരാണ്, ഏറ്റവും പ്രമുഖനാരെന്ന ചോദ്യത്തിൻ്റെ ഉത്തരവാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി സാർ. മട്ടന്നൂർ ശങ്കരൻകുട്ടിയുടെ ആവശ്യപ്രകാരമാണ് ഈ ആംബുലൻസിൻ്റെ പ്രശ്നം ഉണ്ടാവുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ശബരിമല വെച്ചുകൊണ്ട് അതിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു ആശയം ഉദിക്കുന്നത്. അപ്പോൾ ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടതാരാ? ഒന്നുകിൽ മട്ടന്നൂർ ശങ്കരൻകുട്ടി, അല്ലെങ്കിൽ ഭീമ ജ്വല്ലേഴ്സ്. ഇതിനപ്പുറത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അതിൽ വല്ല കാര്യമുണ്ടോ? ഇനി ഞാൻ എൻ്റെ അനുഭവം കൂടി പറയാം. ഞാൻ തൊട്ട് മുമ്പ് വരെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന ആളാണ്. എന്നെ ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാൻ വിളിക്കുന്നു, ഞാൻ അവിടെ ചെല്ലുന്നു. നാട മുറിക്കാനായിട്ട് ചെല്ലുമ്പോൾ കത്രി എടുത്തുകൊണ്ട് തരുന്ന ആരാന്ന് ഞാൻ ചോദിക്കുമോ സാർ? അവിടെ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരും ആകാം, അത് എല്ലാവർക്കും ബാധകം. എനിക്ക് മാത്രമല്ല, എല്ലാ ഇത്തരം ചടങ്ങിൽ പങ്കെടുക്കുന്ന മറ്റ് സെലിബ്രിറ്റികൾക്ക് ബാധകമാണ്. രാഷ്ട്രീയക്കാരെ പോലുള്ള നല്ല ജനപ്രതിനിധികളെ പോലുണ്ടായിരുന്ന നമുക്കും ബാധകമാണ്.
അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ മുമ്പിൽ പത്രക്കാരുടെ സാന്നിധ്യത്തിൽ, പോലീസിന്റെ സാന്നിധ്യത്തിൽ, പബ്ലിക്കിന്റെ സാന്നിധ്യത്തിൽ ആംബുലൻസ് കൈമാറ്റമാണ്. ആ കൈമാറ്റത്തിന് താക്കോൽ അദ്ദേഹത്തിലോട്ട് കൊടുക്കുന്ന ഒരു വനിതയാണ്. അത് ഭീമ ജ്വല്ലേഴ്സുമായിട്ട് ബന്ധപ്പെട്ടാണെന്നാണ് നമ്മൾ കരുതുന്നത്. അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുണ്ട്. അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല, പലരും ഇപ്പോൾ ഉണ്ട്. ഇവരെയൊക്കെ സാധാരണ ഇതിൽ മുഖ്യമന്ത്രി അന്വേഷിക്കും ആരൊക്കെയാണ്. അന്വേഷിക്കേണ്ട ആവശ്യകതയുണ്ടോ? 10, 25, 50 പേര് കൂടി നിൽക്കുന്നിടത്ത് ഓരോരുത്തരെയും പോയി കണ്ടിട്ട് നിങ്ങൾ ആരാന്ന് ചോദിക്കുമോ? യഥാർത്ഥത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സംഭവത്തിൽ കാരശ്ശേരി മാഷ് ഇത് പറഞ്ഞതുകൊണ്ടാണ്. മറ്റേത് രാഷ്ട്രീയ ആരോപണമാണ്. കാരശ്ശേരി മാഷെ പോലെ ഒരാൾ കേവലം രാഷ്ട്രീയ ആരോപണം പറയുന്ന ആളല്ല. അദ്ദേഹത്തിന് കൃത്യമായി പൊളിറ്റിക്സ് ഉണ്ട്, പാർട്ടി പൊളിറ്റിക്സും ഉണ്ട്. പക്ഷേ എന്തെങ്കിലും പറയുന്ന ആളല്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖ്യമന്ത്രിയായിട്ട് ബന്ധമുണ്ടോ? അങ്ങനെ ഒരു ബന്ധമില്ല സാർ. ബന്ധം ഈ ചിത്രത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ വളരെ കൃത്യമായിട്ട് അത് മനസ്സിലാവും. മറ്റൊരു ചടങ്ങാണത്. ആ ചടങ്ങിന്റെ ഭാഗം. നേരെ മറിച്ച് ശ്രീമതി സോണിയാഗാന്ധി നേരത്തെ ശ്രീ ദിനേശ് പറഞ്ഞതുപോലെ പാർലമെന്റ് ഹാളിൽ വെച്ചല്ല, ബെല്ലാരിയിൽ മത്സരിക്കാൻ പോയപ്പോഴുള്ള ഒരു ചടങ്ങിലുമല്ല, എയർപോർട്ടിൽ വെച്ചുള്ള സെൽഫി എടുക്കലല്ല. പ്രത്യേക പെർമിഷൻ വേണം. അങ്ങക്ക് അറിയാമല്ലോ, കാരശ്ശേരി മാഷിനൊക്കെ അറിയാമല്ലോ, ഓരോ ലീഡർഷിപ്പ് അവിടെ പോയി സോണിയാഗാന്ധിയിൽ നിന്ന്. ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യം കൂടെ പറയുകയാണ്. കേരളത്തിൽ DIC ഉണ്ടാകാനുള്ള കാരണം തന്നെ സോണിയാഗാന്ധി ശ്രീ കരുണാകരൻ്റെ അനുവാദം നിഷേധിച്ചതിൻ്റെ പേരിൽ കൂടിയാണ്. അതുപോലെ ശ്രീ മുരളീധരൻ അഹമ്മദ് പട്ടേലിനെ അലുമിനിയം പട്ടേൽ എന്ന് വിളിച്ചതിൻ്റെ പേരിൽ കൂടിയാണ്. അങ്ങനെയാണ് ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടി ശ്രീ കെ കരുണാകരൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലുണ്ടാവുന്നത്. അത്രയും പ്രശ്നമാണ് സോണിയാഗാന്ധിയുടെ ഒരു അപ്പോയിൻമെൻ്റ് എന്ന് പറഞ്ഞാൽ. അവിടെ ഒന്നിലധികം പ്രാവശ്യം ഈ ഗോവർദ്ധനും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയൊക്കെ ചെല്ലണമെങ്കിൽ സോണിയാഗാന്ധിക്ക് സ്വർണ്ണക്കച്ചവടമായിട്ട് ബന്ധമുണ്ടെന്ന് ഇതുവരെ ഞങ്ങൾ ആരോപിച്ചിട്ടില്ല, ഈ സെക്കൻഡിലും ആരോപിക്കുന്നില്ല. പക്ഷെ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിനടുത്ത് അവരുടെ കരം ഗ്രഹിച്ച ഒരു ചരടെങ്കിൽ ചരട് കെട്ടിക്കൊടുക്കാൻ, അവരുടെ കയ്യിലേക്ക് ഒരു സമ്മാനപ്പൊതി വെച്ച് കൊടുക്കാൻ കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിന്റെ അകമ്പടിയോടുകൂടി, ആളകമ്പടിയോടും മേളവാദ്യഘോഷത്തോടും കൂടി സോണിയാഗാന്ധിയുടെ മുമ്പിൽ ചെന്ന് ഇങ്ങനൊരു കാര്യം ചെയ്യണമെങ്കിൽ വളരെ കൃത്യമായി ശ്രീ അജിംസയെ ബോധ്യപ്പെട്ടോ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പൊളിറ്റിക്കൽ ലീഡർഷിപ്പുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അതിൽ ഒന്നാമത്തെ കക്ഷി കോൺഗ്രസ് ആണ്. ശരി.